നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി പതിയാരത്ത് പശു പേയിളകി ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന കറവയുള്ള പശുവാണ് പേയിളകി ചത്തത്. ദിവസങ്ങൾക്ക് മുമ്പ് പേയ് പിടിച്ച തെരുവുനായ നാട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പശുവിനും അന്ന് കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പേയ് പിടിച്ച ലക്ഷണങ്ങളുള്ള പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വാർന്ന് ചാവുകയുമായിരുന്നു. മൃഗസംരക്ഷണവും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേയ് വിഷബാധയേറ്റതാണെന്ന് കണ്ടെത്തിയത്. പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. പശുവിൻ്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകുന്നുണ്ട്. തിളപ്പിക്കാതെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നാലു ദിവസങ്ങളിലായി നടക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ 23ാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ തുടക്കമായി. സെന്റർ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങൾ ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം കുടുംബവും സമൂഹവും ശുദ്ധീകരിക്കാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർക്ക് സാധിക്കട്ടെ എന്ന് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വരുന്ന ദിവസങ്ങളിലെ ദൈവവചനത്തോടെ ലഭിക്കുന്ന ശക്തിയും ആശ്വാസവും പ്രാപിച്ച് നുറങ്ങിയ ഹൃദയത്തോടെയും ശുദ്ധിയുള്ള ആത്മാവോടെയും കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഓരോരുത്തരും സാധ്യമാകട്ടെ. മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഇടവക വികാരി ഫാദർ സജു ചാക്കോ മതിലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ വിവിധ സഭാ സംഘടനകളുടെ യോഗങ്ങളും വൈകിട്ട് വിവിധ വൈദികരുടെ വചന പ്രഘോഷണങ്ങളും നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 8:30 റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കുടുംബസംഗമവും നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ ദീനബന്ധു ഡയറക്ടറും കുന്നംകുളം സെന്റർ പ്രസിഡന്റുമായ ഫാദർ ലിനു ജോർജ്, ജനറൽ കൺവീനർ MK ജോയ്, ട്രഷറർ PC റോബർട്ട് എന്നിവരും വിവിധ ഇടവക വികാരികളും നേതൃത്വം നൽകും. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷൻ CF ജോയ്, ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, PTA പ്രസിഡന്റ് VM നസീദ, SMC ചെയർമാൻ AF റിൻസി, OSA പ്രസിഡന്റ് K മണികണ്ഠൻ, പ്രധാന അധ്യാപിക KL ഷീജ, അധ്യാപകരായ KK ചന്ദ്രൻ, PC ശ്രീപത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗവസന്തം 2025 എന്ന പേരിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ ഹാളിൽ നടന്ന കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം PTA പ്രസിഡന്റ് TA പ്രേമരാജൻ നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ജോമി ജോൺ അധ്യക്ഷയായി. SMC ചെയർമാൻ MD രാജീവ്, സ്കൂൾ പ്രിൻസിപ്പാൾ VB ശ്യാം, HSS സീനിയർ അസിസ്റ്റന്റ് മീന ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി VJ ജോഷി, TA വേലായുധൻ, ഹെഡ് മിസ്ട്രസ് KK മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ ആരംഭിച്ചു. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൊതു കിണറിനോട് ചേർന്ന് 6.5 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കുടിവെള്ള ATM പ്രവർത്തനം തുടങ്ങി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ കുടിവെള്ള ATMന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, സൗദ അബൂബക്കർ, PM നിഷിൽകുമാർ, ഘോഷ് പൂവത്തിങ്കൽ,
MN നിർമ്മല, ഉഷ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 1 രൂപയുടെയോ 2 രൂപയുടെയോ നാണയം യന്ത്രത്തിലിട്ടാൽ 1 ലിറ്റർ ശുദ്ധജലം ലഭിക്കുന്ന തരത്തിലാണ് ATM ക്രമീകരിച്ചിരിക്കുന്നത്. തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ തിരഞ്ഞെടുക്കാം. ജംഗ്ഷനിലെ കാടുമൂടി നശിച്ചുകൊണ്ടിരുന്ന പൊതുകിണർ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി ആരംഭിച്ചത്. കിണറ്റിലെ വെള്ളം റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനം ഉപയോഗിച്ച് ലവണങ്ങൾ, ഘനലോഹങ്ങൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, മറ്റ് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്താണ് വാട്ടർ ATM വഴി വിതരണം ചെയ്യുന്നത്. ഇതിനായി കിണറിനോട് ചേർന്ന് ശുദ്ധീകരണ പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കുന്നംകുളം ബ്രാഞ്ചിലെ മെമ്പറായിരുന്ന മനേഷ് ജോസിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കുന്നംകുളം ബ്രാഞ്ച് ഓഫീസിന് സമീപം ബ്രാഞ്ച് പ്രസിഡന്റ് KA റാഫേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ചീഫ് മാനേജർ R നന്ദകുമാർ, മാനേജർമാരായ ഷാജൻ തോമസ്, ശ്രീദേവി നന്ദകുമാർ, രശ്മി ജൂഡിറ്റ്, ദിലീപ് കുമാർ, വിജയ ഗോവിന്ദ്, കേശവദാസ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. IMA, WIMA എന്നിവയുടെ നേതൃത്വത്തിൽ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി ഇംഗ്ലീഷ് സ്കൂളിൽ പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഞമനങ്ങാട് ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജ്, ധീരം സർട്ടിഫൈഡ് പരിശീലകരായ സെംബൈ സിമി, വിൻസി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OSC ഉദ്ഘാടനം ചെയ്തു. WIMA ചെയർപേഴ്സൺ ഡോക്ടർ വനജ വേണുഗോപാൽ, സെക്രട്ടറി ഡോക്ടർ സംഗീത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് ക്യാമ്പ് നടത്തുക. പുതിയ ആധാർ കാർഡ് എടുക്കൽ, തിരുത്തലുകൾ, ഫോട്ടോ പുതുക്കൽ, ബയോമെട്രിക് അപ്ഡേഷൻ അടക്കം വിവിധ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാകും. മുൻകൂട്ടി ബുക്ക് ചെയ്യാനും മറ്റു വിവരങ്ങൾക്കും കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04885 22 22 76. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, രാധാകൃഷ്ണൻ മാസ്റ്റർ, ശൈലജ, കവിത പ്രേംരാജ്, KM പ്രമോദ്, അംബികാമണിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കളവിന്റെ ഉത്തരവാദികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മേഖലയിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് AA അബ്ദുൽ മജീദ് മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ സലാം വലിയകത്ത്, OS വാസുദേവൻ, MH നൌഷാദ്, PV പ്രസാദ്, അക്ബർ അലി, TK സുബ്രഹ്മണ്യൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനേങ്കാട്, സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിജയകുമാർ, പഞ്ചായത്ത് മെമ്പർ സൈബനീസ ഷറഫു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരോ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനത്തിനുശേഷം അരിയന്നൂർ സെന്ററിൽ ചേർന്ന പൊതുയോഗത്തിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AM മൊയ്തീൻ, ജെയ്സൺ ചാക്കോ, NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, ജസ്റ്റിൻ കുനമൂച്ചി, പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, TO ജോയ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ, വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഉഷാക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ ജ്വാല നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അബു പുത്തങ്കുളം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്മിത മുരളി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ K വിശ്വംഭരൻ, KA ശിവരാമൻ, ജമാൽ കരിക്കാട്, ഷാജി KH, PK മുഹമ്മദ് അലി, KK ജമാൽ, ശങ്കരൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല തീർത്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചിറക്കൽ സെന്ററിൽ നടത്തിയ പ്രതിഷേധ ജ്വാല മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM, നേതാക്കളായ VK മുഹമ്മദ്, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, NK അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം K നവാസ് ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. എച്ച്.എം. നൌഫൽ, കെ വി യൂസഫ് അലി, അനീഷ് പാലയൂർ, കെ എം ഷിഹാബ്, ടി എച്ച് റഹീം, ബേബി ഫ്രാൻസിസ്, എ എസ് സന്ദീപ്, കെ വി ലാജുദ്ദീൻ, കെ കെ ഹിറോഷ്, സി കെ ബാലകൃഷ്ണൻ, പി വി പീറ്റർ, സി സാദിഖ് അലി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിനട പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ വിമല സേതുമാധവൻ, ജെറോം ബാബു, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മജീദ് പടുവിങ്ങൽ, AC വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ ജാഥയ്ക്ക് ധന്യ സിബിൽ, ഭാസ്കരൻ മന്നത്ത്, ഷിജു വിളക്കാട്ടുപാടം, ജോഷി കൊമ്പൻ, KC ഖാദർമോൻ, സുകുമാരൻ അമ്പാടി എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം വട്ടേക്കാട് PK മൊയ്തുണ്ണി ഹാജി മെമ്മോറിയൽ UP സ്കൂളിൽ ലോക തപാൽ ദിനം ആചരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ജൂലി ജോൺ അധ്യക്ഷത വഹിച്ചു. പോസ്റ്റ് മാസ്റ്റർ മിന്നു, പോസ്റ്റ്മാൻ ജോഷി എന്നിവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കുട്ടികൾ അവരുടെ ആശയങ്ങളടങ്ങിയ ഇൻലൻഡുകൾ പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. അധ്യാപകരായ ഷെമീറ, ഷെർലി, AH ഷാജി, ബിന്ദു, സെലിൻ, MK നിയാസ്, ഫെറിൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവാസിയുടെ ജീവിത സ്പന്ദനങ്ങൾ തുറന്നു കാണിക്കുന്ന ഹ്രസ്വചിത്രം ഒസ്യത്തിന്റെ അണിയറ പ്രവർത്തകരുടെ സംഗമം ഒസ്യത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സംഘടിപ്പിച്ചു. ടീം ദി ക്രിയേറ്റേഴ്സിന്റെ ബാനറിൽ അഫ്സൽ തൃത്തല്ലൂർ രചനയും സംവിധാനവും നിർവഹിച്ച് ആഷിഖ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹ്രസ്വചിത്രമാണ് ഒസ്യത്ത്. കറുകമാട് 4 മണിക്കാറ്റിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ അഹമ്മദ് മുയിനുദ്ദീൻ മുഖ്യാതിഥിയായി. ഹ്രസ്വചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത നാടക, സിനിമാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജൻ കാഞ്ഞിരക്കോട്, പ്രേമീന്ദർ എന്നിവരെ ആദരിച്ചു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ലോഗോ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒസ്യത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ JPK ഉപഹാരം സമർപ്പിച്ചു. ഒസ്യത്ത് ടീം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് നടന്ന ഒസ്യത്തിന്റെ പ്രദർശനവും ശ്രദ്ധേയമായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,210 രൂപ, പവന് 89,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 162 രൂപ. ചരമം. ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന സരള രാധാകൃഷ്ണൻ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ലത, ബാബുരാജ്, രഘുനാഥ്, പരേതനായ കൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ പനക്കൽ പറമ്പിൽ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. ദേവകി ഭാര്യയും അനാമിക മകളുമാണ്. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. ചൂണ്ടൽ പുതുശ്ശേരി മാളിയേക്കൽ ആഗ്നസ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. പരേതനായ സെബാസ്റ്റ്യൻ ഭർത്താവാണ്. സ്മിത മകളും. സംസ്കാരം പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടത്തി. കേച്ചേരി തലക്കോട്ടുകര പുലിക്കോട്ടിൽ തോമസ് ഭാര്യ ബേബി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.